ഇദ്ദേഹം ഇവിടെ 2 വർഷത്തിനടുത്തമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് ഭാര്യയും ഒരു കുട്ടിയുമായിരുന്നു താമസം തുടങ്ങുമ്പോൾ ഉണ്ടായത്. ഭാര്യ ഗർഭിണിയായിരുന്നു. രണ്ടാമത്തെ പ്രസവം ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് വിളക്കോട് നിന്നാണ് ഇവിടെ താമസം മാറിയത് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഷാജഹാൻ എന്ന പേരാണ് ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞത്. ഇവിടുന്ന് വന്ന സമയങ്ങളിൽ പുറത്തു പോയി പണിയെടുത്ത് തിരിച്ചു വരിക, വീട്ടിനകത്ത് നിൽക്കുക, പ്രദേശവാസികളായിട്ട് അങ്ങനെ അമിതമായ ഇടപെടലോ കാര്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇയാൾ താമസിക്കുന്ന വാടക വീട്ടിൻ്റെ തൊട്ടപ്പുറം ഈ മരപ്പണിയായിട്ട് ഏർപ്പെട്ടിട്ടുള്ളത് ഇയാൾ. അല്ല, ഈ വീട്ടിലോട്ട് ആരും വരാറില്ലേ? ഇദ്ദേഹം പുറം ലോകവുമായിട്ട് വലിയ സൗഹൃദം ഒന്നും ഇദ്ദേഹം പാലിച്ചിരുന്നില്ല. പക്ഷെ ഈ വീട്ടിലോട്ടേക്ക് അങ്ങനെ പുറത്തുനിന്ന് ആളുകൾ കടന്നു വരാറില്ല എന്നാണോ? ഇവർ മാത്രം, ഈ ഷാജഹാനും കുടുംബവും മാത്രം ആയിരുന്നോ അവിടെ ഉണ്ടായിരുന്നത്? ആര് വഴിയാണ് ഇദ്ദേഹം ഈ പ്രദേശത്ത് എത്തിയത്? ആരാണ് ഇദ്ദേഹത്തിന് വീടെടുത്തു കൊടുത്തത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ നൗഫല്ല? ഇല്ല. ഈ വീട്ടിനകത്ത് ഷാജഹാനും ഭാര്യയും 2 കുട്ടികളും മാത്രമാണ് താമസിച്ചു വന്നത്. മറ്റാരുകളും ഈ വീടുമായിട്ട് അങ്ങനെ അടുപ്പോ കാര്യമോ ഒന്നും ഉണ്ടാകാറില്ല. ഷാജഹാൻ രാവിലെ നടന്നാണ് ജോലിക്ക് പോവുക, തിരിച്ച് നടന്നാണ് ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക. മറ്റ് സൗഹൃദ ബന്ധങ്ങളോ ഈ 2 വർഷക്കാലമായിട്ട് ഈ നാട്ടിലോ അയൽവാസികളായിട്ടോ അങ്ങനെ ഒരു സൗഹൃദ ബന്ധമോ കാര്യങ്ങളോ ഷാജഹാനായിട്ടും കുടുംബമായിട്ടും അങ്ങനെ ഉണ്ടാകാറില്ല. അല്ല, ഇദ്ദേഹത്തിന് ആരാ വീടെടുത്തു കൊടുത്തത്? അപ്പൊ ഇന്ന് വാർത്ത കേട്ടപ്പോഴാണ് യഥാർത്ഥ പേര്. വീട് ഒരു വാടക വീടാണ്. അതാരെ എടുത്തു കൊടുത്തത് എന്നുള്ളത് അറിയില്ല. ഇയാളെ ഭാര്യയുടെ അഡ്രസ്സിലാണ് വീടിന്റെ എഗ്രിമെന്റ് വെച്ചത്. എഗ്രിമെന്റ് ഭാര്യയുടെ അഡ്രസ്സിലാണ്. ആരെ എടുത്തു കൊടുത്തത് എന്നുള്ളത് അറിയില്ല. നൗഫലെ, ഇദ്ദേഹം ഒരു പ്രമാദമായ കേസിലെ 1-ാം പ്രതിയാണ് എന്ന് ഈ വാർത്ത പുറത്ത് അറിഞ്ഞതിന് ശേഷമാണോ നിങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവുന്നത്? അതെ, ഇന്ന് രാവിലെ വാർത്ത കേട്ടപ്പോഴാണ് ഞങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നത്. ഒരു വിധത്തിലും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. ഇന്ന് മാധ്യമങ്ങൾ കാണിക്കുന്ന അന്നത്തെ ഫോട്ടോവും ഇന്നത്തെ ഫോട്ടോവും തമ്മിൽ നമുക്കൊരു വിധത്തിലും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല ഈ സവാദിനെ. അല്ല, അപ്പം ഈ NIA ഉദ്യോഗസ്ഥർ പിന്നെ നമ്മുടെ ലോക്കൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണോ അവിടെ വന്നത്? ഇദ്ദേഹത്തെ എങ്ങനെയാണ് കസ്റ്റഡിയിലെടുത്തത്? ഇന്ന് രാവിലെയാണോ കസ്റ്റഡിയിലെടുത്തത്? ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. രാവിലെയാണ് വീട്ടിനകത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇദ്ദേഹത്തെ ഇറക്കി കൊണ്ടുപോകുന്ന സമയത്ത് നൗഫൽ അവിടെ ഉണ്ടായിരുന്നോ? ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? നാട്ടുകാർ വല്ലതും ചോദിച്ചോ ഇദ്ദേഹത്തോട്? ഇദ്ദേഹം പ്രതികരിച്ചോ? ഇല്ല, ആരും പ്രതികരിച്ചിട്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട് കുറച്ചും കൂടി അകലത്താണ്. പ്രദേശവാസികൾ വിളിച്ചിരുന്നു, ഇങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് പരിസരവാസികൾ അറിയില്ല. പിന്നീട് മാധ്യമങ്ങൾ വഴിയാണ് ഞങ്ങൾ ഈ NIA കേസിലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് അറിയപ്പെടുന്നത്.